വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:68 ഏറ്റു പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ സന്ദർശനം എന്ന് പറഞ്ഞ് വെറുതെ വന്ന് പോകുകയല്ല. എന്താ ചെയ്യണത്? രക്ഷിക്കാനാണ് സന്ദർശനം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സന്ദർശനം ഉള്ളത്. സന്ദർശനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ സഞ്ചാരി മാതാവിൻ്റെ സത്യാനുഭവം ഉണ്ടാകാൻ കാരണങ്ങളിൽ ഒന്ന് ഈ വാഗ്ദാന പ്രകാരമാണ്. പണ്ട് മാലാഖമാരെ ദൈവം വിട്ടതിന് പകരം ഇന്നും അമ്മയല്ലേ വരണത് ലോകം മുഴുവനും, അല്ലേ? ഇപ്പം മാലാഖമാർ വരുന്നില്ലല്ലോ. അതിന് ലൂർദിലും ഫാത്തിമയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃപാസനത്തിൽ ഉൾപ്പെടെ ആരാണ് ബൈപ്പേഴ്സൺ വരണത്? ആരാണ്? അമ്മയാണ്. അമ്മ വരാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷയായിട്ട് അവർ വരിക. സന്ദർശനമാണത്. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷകനായ എൻ്റെ ദൈവമേ, രക്ഷകനായ എൻ്റെ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അമ്മയുടെ ഇടപെടലുകളും വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:68 പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സന്ദർശനമായി തിരിച്ചറിയാൻ എഫേസ്യ ലേഖനം 1:18 അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ, അങ്ങ് പ്രകാശിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പുറമ്പോക്കിൽ 28 വർഷമേ താമസിക്കുന്ന ആളാണ്. അപ്പം എന്താ പ്രശ്നം? അവർക്ക് UA നമ്പർ പോലും കിട്ടത്തില്ല, ചിലപ്പോൾ റേഷൻ കാർഡ് പോലും കിട്ടത്തില്ല. ചില വെള്ളംപുറത്ത് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെയും പാർട്ടിക്കാരുടെയൊക്കെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില രേഖകൾ കിട്ടും. പക്ഷേ അപ്പോഴും പട്ടയം കിട്ടത്തില്ല. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ്റെയൊക്കെ പേടി കൊടുക്കുന്നില്ലേ, അപ്പോൾ അതിന് കിട്ടണമെങ്കിൽ പട്ടയം വേണ്ടേ? അപ്പോൾ എല്ലാവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി അവിടെ അടുത്തുള്ളവർക്കൊക്കെ കിട്ടി. പക്ഷേ ഇവർക്ക് പട്ടയമില്ലാത്ത കൊണ്ട് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവർക്ക് പിന്നുള്ള ആശ്രയം എന്താണ്? അവരുടനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. 28 കൊല്ലം ഇങ്ങനെ കണ്ണീരിൽ കിടക്കുന്ന ഒരു ജനം പെട്ടെന്ന് അവരുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സഞ്ചാരി മാതാവ് ഉടമ്പടി വരുന്നൊരു വിഷയം പ്രസൻസാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് ഈ 32ാമത്തെ സങ്കീർത്തനമില്ലേ, 8ാമത്തെ തിരുവചനം എന്താ പറയണത്? നീ നടക്കേണ്ട വഴി, പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. എൻ്റെ ദൈവത്തിലെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ്, ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർ രക്ഷപ്പെടുന്നൊരു വചനമാണിത്. എന്താണ് ഈ 32:8 സങ്കീർത്തനം? എന്താണ്? നീ നടക്കേണ്ട വഴി, പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പൊ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? നിന്റെ മുമ്പിലല്ലേ? നിന്നോട് മുഖാമുഖം കർത്താവ് നിന്നോട് മുഖാമുഖം അടുത്ത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യല്ലേ? നീ ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. ഉടമ്പടി മനുഷ്യനിർമ്മിതമല്ലല്ലോ. അതിൻ്റെ സോൾ ആൻഡ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആരാണ്?
ദൈവം മുൻകൈ എടുത്ത് ചെയ്ത കാര്യമാണ്. പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു നൊവേന, അത് ഒരു മനുഷ്യൻ ഹ്യൂമൻ ഇനിഷ്യേറ്റീവാണ്. ആരോ നല്ല ഭക്തന്മാർ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. പക്ഷെ ഉടമ്പടി ദൈവം തൻ്റെ ജനത്തെ സഹായിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ദൈവിക പദ്ധതിയാണ്. അതാണ് വിഷയം വരുന്നത്. ഈ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതൊരു ഡിവൈൻ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ഉടമ്പടി തന്നെ ആദവുമായിട്ട് ചെയ്യണതാണ്. ഉടമ്പടിക്ക് എപ്പോഴും 2 ഭാഗങ്ങളുണ്ടാവും. എന്താണ്? നിബന്ധന ഉണ്ടാവും, ദൈവത്തിൻ്റെ നിബന്ധന ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാഗ്ദാനം ഉണ്ടാകും. നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് നിബന്ധന ഉണ്ടെന്ന് പറയും. എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം പറിക്കരുത്. പറിക്കാത്തതല്ല പ്രശ്നം, ദൈവത്തിൻ്റെ വാക്കാണ് പ്രശ്നം അവിടെ. അതായത് നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നുള്ളതല്ല പ്രശ്നം, അതോടുകൂടി ദൈവത്തിനെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് വിഷയം. എല്ലാവരും പാപം ചെയ്യുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മളെ കേന്ദ്രീകരിച്ചാണ് പറയണത്. അല്ല, ഒരു പാപത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കും? എന്താണ്? ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകുന്നു. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിനെ പുത്തൻതമ്പുരാൻ്റെ കാലത്ത് മാറ്റമില്ലല്ലോ. പിതാവായ ദൈവം എന്ത് പറഞ്ഞു അത് തന്നെയാണ് പുത്തൻതമ്പുരാനും പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു. അപ്പം കൽപ്പനയല്ല പ്രശ്നം. കർത്താവിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖ കരിഞ്ഞു പോണതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം ഈ കൽപ്പനകൾ നൽകുന്നത്. അപ്പോഴും ഓർക്കണം. എന്തിനാണ്? നിത്യമായിട്ട് തയത്തിട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി അങ്ങയുടെ വചനത്തോട് അത് പാലിച്ചുകൊണ്ട് ഐക്യപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം സാക്ഷീകരിക്കാനുള്ള പ്രത്യേക ഉൾക്കാഴ്ചകൾ നൽകണമേ. പ്രിയപ്പെട്ട എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇത് അച്ഛനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പ്രാർത്ഥിക്കാം, പക്ഷേ കഥയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് എപ്പോഴും പറയും കേൾക്കാൻ ചെവിയുള്ളവൻ. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ചെവി ഇല്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിപ്പോൾ 13:9 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് വെച്ചാൽ അർത്ഥം, നമുക്ക് ഈ ചെവി കൊണ്ട്, ഈ കോളാമ്പി കൊണ്ട് വലിയ കഥയൊന്നും ഇല്ലെന്നാണ് പറയണത്. വചനം കേൾക്കാൻ ഈ സാധനം പോരാ. കർത്താവ് പറയണത് ആന്തരിക അഭിഷേകമാണ്, വചനം ശ്രവിക്കാനുള്ള ആന്തരിക അഭിഷേകം. അതുകൊണ്ടാണ് വചനം ശ്രവിക്കാൻ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മണിക്കൂറോളം ഇരുന്നുണ്ട് വചനം കേൾക്കുകയും വായിക്കുകയും വചനം കേൾക്കുമ്പോൾ തുള്ളിച്ചാടുകയും കുതിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് തന്നെ പുതിയ അപ്പോൾ ആ സംവേദനമായല്ലോ, അപ്പോൾ പുതിയ വഴികൾ തിരിഞ്ഞു കിട്ടാം. പുതിയ വഴികൾ. ഇപ്പോൾ ഈ ഉടമ്പടി, ഈ പട്ടയക്കാരത്തേക്ക് എന്താ പ്രശ്നം? അവർ ഉടമ്പടി എടുത്ത് അവരെന്ത് ശുദ്ധമായ ഒരു നല്ല സ്ത്രീയാണെന്ന് നോക്കിയേ. അല്ലെങ്കിൽ അവർ കിട്ടുമായിരിക്കും അല്ലേ? 18 കൊല്ലം കിട്ടാത്ത 28 കൊല്ലം കിട്ടാത്ത പട്ടയ ഉടമ്പടിപ്പ് എവിടുന്ന് കിട്ടാനാണ് എന്ന് വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അവർ ചിന്തിക്കും. പക്ഷെ അവർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ വിശ്വാസമാണുള്ളത്. അവരെ ചിന്തിച്ച മാതാവ് തരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അതെന്താണ്? അത് ഈ 32:8 നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അവർക്കൊരു ഉപദേശം കിട്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ. വീട്ടിൽ ചെന്നപ്പോഴും, മകളെ, നീ ഇത് ആഗ്രഹിക്കുന്ന പറഞ്ഞ സത്യമാണ്, പക്ഷെ നീ അപേക്ഷ കൊടുത്താൽ രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വെള്ള പേപ്പർ എഴുതി. അത് ആരും പറഞ്ഞില്ല, അവിടെ മനസ്സിൽ അമ്മ തോന്നിക്കണാണ്. രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. രാവിലെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. ഒരു കാര്യമില്ല, ഞങ്ങളവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പട്ടയം തന്നെ. ആ ഒരു വിഷയം വില്ലേജ് ഓഫീസറിന് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. റവന്യൂ ഓഫീസറിനൊക്കെ പോട്ടെ, പിന്നെ അത് രാഷ്ട്രീയ തീരുമാനം വന്നം പഞ്ചായത്തിൽ വെക്കണം, അങ്ങനെ കുറേ എന്തെല്ലാം നൂലാമാലകൾ പറയണമെങ്കിൽ പറയാം. പക്ഷെ മാതാവ് ഒന്നും പറയിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നാക്കും കെട്ടും കൈയും കെട്ടും. കൈ അഴിക്കുക മാത്രമല്ല,
കൈ തിരിച്ച് കെട്ടുകയും ചെയ്യും. അത് ഈ വചനത്തിൻ്റെ ഒരു റിവേഴ്സാണ്. അതായത് പണിതുയർത്താനും ഇടിച്ച് തകർക്കാനും ഞാൻ നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു. തിരിച്ചു തിരിയും. അപ്പോൾ ഇവരുടെ കൈയും കാലും കെട്ടി 24 മണിക്കൂറിൽ ഈ മനുഷ്യനെ എഴുതി കൊടുക്കും പട്ടയം. കൈ ഇടിച്ച് കർത്താൻ പരമദിവ്യകാരുണ്യത്തിന് എന്താ ഇങ്ങനെ ശ്രദ്ധിക്കണ വെച്ചാൽ, അതായത് നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തത്തില്ലേ, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ഈ മൂവ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ നമ്മൾക്കത് അറിയത്തില്ല. ദൈവം CCTV ക്യാമറയാണെന്ന് പറയുകയല്ല, ഒരു 10ൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയാണ്. കാര്യം ഈ ടീച്ചറില്ലേ, നമ്മൾ പറഞ്ഞ ആ ടീച്ചർ പറയുന്ന റിബി ചാലക്കുടി നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണം ആലപ്പുഴയ്ക്ക്. അവിടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം വെച്ചാൽ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അവർക്ക് സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവരുടെ ഏജ് ഓവറായി. ഇനി അവർക്ക് എഴുതിയെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണം, ഭക്ഷണം കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ മുമ്പിലുള്ളൊരു വഴി എന്താണ്? ഉടമ്പടി, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക. അവർ ആലപ്പുഴയിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അപ്പം നിങ്ങൾ ദൈവം നീ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ദൈവ നിരീക്ഷണത്തിലാവും. അത് നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ പോകുന്നതും നടക്കുന്നതും ഒന്നും ആരും കാണുന്നില്ലെന്ന്, നിങ്ങളുടെ മനസ്സറിയുന്നില്ലെന്ന് ഓർക്കരുത്. കാര്യം 39-ാം സങ്കീർത്തനം അത് തന്നെയാണ് പറയണത്. എന്താ പറയണത്? നീ ഒന്ന് ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കട്ടെ മക്കളെ. സങ്കീർത്തനം 139 വായിച്ചോളൂ. സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. 139-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഉറപ്പായില്ലേ? ഇപ്പം നമ്മൾ ഒരു ഇൻസ്പെക്ഷനിലൂടെയാണ് പോണത്. ദൈവം നിന്നെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. നിൻ്റെ ഒരു മൂവ്മെൻ്റ് എല്ലാം ഇൻസ്പെക്ഷനാണ്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നിനക്ക് ജപ്തി നടപടി വരാൻ പോകുന്ന കാര്യം കർത്താവ് അറിയുന്നു. നീ അതിനായി കണ്ണീരിട്ടിരിക്കണമെന്ന് കർത്താവിന് അറിയാം. നിൻ്റെ ഷോപ്പിൽ കച്ചവടമില്ല, കർത്താവിനറിയാം. നിൻ്റെ ഷോപ്പ് വാടകക്കാരന് കൊടുത്തിട്ട് അവൻ ഒഴിയണമില്ല, നമുക്ക് വാങ്ങിക്കാനും പറ്റണില്ല, കർത്താവിനറിയാം. നിൻ്റെ മൂവ്മെൻറ്റ്സുകളെ ഞാൻ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ക്ലിയർ അല്ലേ? പക്ഷേ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്താ പ്രശ്നം എന്ന് പറയാം മക്കളെ? നമ്മൾ ഈ വചനം ഇപ്പം നിങ്ങളുടെ A to Z എല്ലാ വിഷയവും അതായത് നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന വിഷയം പോലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിസ്സാരമെന്നോ സീരിയസ് ഒന്നോ ഇല്ല. എല്ലാത്തിനും അതിൻ്റെ ഒരേ റേഞ്ചാണ്. ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ വിഷയം ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം നോക്കുന്നു, ദൈവത്തിന് ഇതിനൊരു ഉത്തരമുണ്ട്. കാരണം ഞാനെന്തുകൊണ്ട് നിങ്ങൾ ജപ്തി നടപടിയുടെ പ്രമാണം മേടിച്ച് മുട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കണത്, പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കണത്? എനിക്കറിയാം ദൈവത്തിനൊരു ഉത്തരം ഈ വിഷയത്തിലുണ്ടെന്ന്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല, ഞാൻ ഇനി എന്ത് ചെയ്യാനെന്ന് അറിയാൻ പാലെന്ന് നിങ്ങൾ പറയണത്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ദൈവ തിരുസന്നിധിയിലുണ്ട്. ചില സമയത്ത് ഞാൻ തിരിച്ചതിനും പറയും, ഇത് പോകും കേട്ടാ, പക്ഷേ നീ വെയിറ്റ് ചെയ്യണം, നിന്നെ കുഞ്ഞുങ്ങളെയും ഇതിനേക്കാൾ നല്ല ഭവനത്തിൽ കർത്താവ് പൊറപ്പിക്കും. അത് മാതാവ് സാക്ഷി എന്ന് പറയും. അതെന്താ കാര്യം? അത് നമുക്കവിടെ അമ്മയുടെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സൈനുണ്ട്. ആ സൈൻ വെച്ച് ഞാൻ ആൾക്കോട്, പക്ഷേ എനിക്ക് എപ്പോഴും ഉള്ള ഒരു സങ്കടമുണ്ട്. കാര്യം ഞാനിത് പറയണത് അത്യാഘാതത്തോടെ പറയണത്, പക്ഷേ ഇവരിത് കേൾക്കണത് ഡെഡ് ബോഡി പോലെ കേൾക്കണത്. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ അർഹതയില്ല.
ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു മിനിമം ദൈവസ്നേഹം വേണം, മിനിമം വിശ്വാസം വേണം, ഇതിനൊക്കെ വലിയൊരു സഹായം നിങ്ങൾക്ക് വേണം. അത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാറില്ല. വിശ്വസ്തത എന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തെ പോലെ തന്നെ വിശ്വാസത്തെ പോലെ തന്നെ വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷെ നമ്മളും വിശ്വസ്തരാണെങ്കിലേ ദൈവം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കും. ഇതാണ് ഉടമ്പടി പെട്ടെന്ന് നടക്കാനുള്ള കാര്യം. എൻ്റെ മക്കൾ അച്ഛൻ പറഞ്ഞത് കേൾക്കണം, ദൈവവാക്യം പോലെ കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിപാടിൻ്റെ സമയമാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ സാക്ഷികൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം, ചിലപ്പോൾ കള്ളസാക്ഷികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വക്കീൽ കൂറുമാറി മറുപക്ഷം ചേർന്ന് വരാം. ഇങ്ങനെയൊക്കെ വന്നാലും വിശ്വാസി പതറത്തില്ല. എന്താ കാര്യം? എൻ്റെ വക്കീൽ എൻ്റെ മാതാവാണെന്ന് പറയും. അതാണ്. അല്ലാത്തൊരു അയ്യോ വക്കീൽ കാര്യം മാറുമോ, അതിന് അയാൾക്ക് ആൾക്കാർ നമുക്ക് പൈസ ഇല്ല, അവർക്ക് പൈസ ഉണ്ട്, അത് കാരണം അവർ പൈസ എറിയും, അത് ആരെയും കയറി വലവീശി പിടിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൊഫഷൻ എത്തിസിനേക്കാളുപരി അവരുടെ പ്രൊഫഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവരെന്ത് കോംപ്രമൈസിനും ഒരു ബ്ലാക്ക് കോംപ്രമൈസിനൊക്കെ അവർ തയ്യാറാകും. എല്ലാ വക്കീൽമാരും അല്ല, ചില വക്കീൽമാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വക്കീൽമാരുടെ ഉണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, ചില വക്കീൽമാർ കാര്യം ഞാൻ ഈ കോടതിയും കേസൊക്കെ കുറേ നടക്കണമാണ്, ഇപ്പോഴും ഉണ്ട് കോടതി കേസൊക്കെ. ആർക്കും വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ പോയി എന്തെങ്കിലും കയ്യാങ്ങൾ കാണിച്ചിട്ടല്ല, ജനത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങാണ്, അവകാശ പോരാട്ടം. അത് വേറൊരു വിഷയം. അപ്പം ഞാൻ പറഞ്ഞു വരണത് ഇതാണ് മക്കളെ, നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് നീ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതാണ്. ഇപ്പം നീ കടയിൽ നിൻ്റെ കട, എന്നിട്ട് നിനക്ക് പൈസ ഇല്ല വന്നപ്പോൾ നിൻ്റെ വീട് നീ ജാമ്യം മേടിച്ച്, അല്ല നിങ്ങൾ ഒരു ലോൺ എടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങൾക്കങ്ങനെ ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ലോൺ കൊടുത്ത് പരിപാടിയില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് തീരെഴുതി തരണം. എന്നിട്ട് നിങ്ങളുടെ കടം തീരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. കടം തീർത്തില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ നിവൃത്തിയില്ലാതെ എത്രയോ പേരാണ് വീട് തീറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട് തീറ് കൊടുത്ത ആൾക്കാർ, കടക്കാർക്ക്, മണി ലെൻഡേഴ്സിന് വീട് തീറ് കൊടുത്ത ആൾക്കാർ, അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന് മറുപടിയൊന്നുമില്ലെന്ന്? ഇതിന് മറുപടിയുണ്ട്. കാര്യം എന്താണ്? നീ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. ലോകത്തിലുള്ള മറുപടി ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും അമ്മ മാതാവ് ശാശ്വതമായ ഒരു സെക്യൂറായിട്ടുള്ള ഒരു മറുപടിയാണ് നിനക്ക് തരാൻ പോണത്. അത് അമ്മയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ മാനുഷികമായ ഒരു മാർഗ്ഗം ഈ കാനായിലെ കല്യാണത്തിൽ ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ പറയും അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയും. ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. അവിടെ ആ വീടിന് അവിടെ വായ്പ അവിടെ ആ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു വരുമ്പോൾ പറയും കടയിൽ പോയി കാശ് കൊടുത്തിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ പറയും. ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഇതെല്ലാം യേശുക്രിസ്തുവിനെ കക്ഷിയാക്കിക്കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഉടമ്പടിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. സങ്കീർത്തനം 119:2 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞാനിരിക്കുന്നത് ഏറ്റു പറയുക, ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് എത്ര കാലങ്ങൾ ഇങ്ങനെ മാറിയാലും ഇതിനൊന്നും മാറ്റമില്ല. നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് മനസ്സിലാക്കുക. അതായത് റിബി ജോസഫ് ടീച്ചർ അവർ ആലപ്പുഴയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് ഉടനെ ഒരു ഫോൺ വരും. ഞാനിത് ഈ സാക്ഷ്യത്തെ ധ്യാനിക്കുകയാണ്. 119:27 അനുസരിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. സാക്ഷ്യത്തെ അവിടുത്തെ അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം. ഒരു ഫോൺ വരും. ഫോൺ വരുമ്പോൾ എന്താ, ഒരു കൂട്ടുകാരത്തെ വിളിക്കാൻ, എടി ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതാണ് ഒരു അറിവ്. ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്.
ഇവർക്കറിയത്തില്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എത്രയോ സ്ഥലങ്ങളിൽ ഉദിച്ചസ്തമിച്ച് പോകുന്നു. യു ആർ നോട്ട് നോയിങ് ഇറ്റ്, നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നേഴ്സുമാർ ജോലി തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് വിളിക്കും. ചില നേഴ്സുമാർ വന്നിട്ട് പറയും, അച്ഛാ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് PSC നേഴ്സിങ്ങിന് വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകളെ ദൈവം സംരക്ഷണത്തിൻ്റെ വലയിൽ കൊണ്ടുവരും. അത് മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചറിന് സംഭവിച്ചത് എന്താണ്? ടീച്ചറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, ഇന്ന സ്കൂളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചറിൻ്റെ മനസ്സുറനെ വാടും. എന്താ കാര്യം? അതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് അവർ പറയും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. ഇവർ 17 കൊല്ലമായില്ലേ പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഒരു മെറിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അവർക്ക് അതിനുള്ള മെറിറ്റില്ലെന്നാണ് പറയണത്. കാരണം ഞാൻ പണ്ട് പഠിച്ചതല്ലേ, എൻ്റെ പഴയ സിലബസാണ്. ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് പഠിച്ചാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റും ജോലി. അവർക്ക് കലിബറുണ്ട്, അത് മെറിറ്റെന്നാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു പ്രോബ്ലം, ദൈവത്തിന് ഈ വിഷയം പണ്ടേ അറിയാം. മെറിറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വത്വപ്രതിസന്ധിയാണെന്നറിയാം. ഈ പ്രായം ആൾക്കാരുടെ സ്വത്വപ്രതിസന്ധിയാണ് മെറിറ്റ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. കല്യാണം താമസിക്കണത് എന്തുകൊണ്ടാണ്? കല്യാണം താമസിക്കുന്നത് ചിലപ്പോൾ കെട്ടിച്ചു വിടാൻ പണമില്ലാത്തത് കൊണ്ടാണ്, മെറിറ്റില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റിലാണിത് വർക്ക് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മെറിറ്റുള്ളവരും മെറിറ്റ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം. യോഗ്യതയുള്ളവരും യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യന്മാർ യോഗ്യത കളഞ്ഞവരുണ്ടാകാം. ചിലപ്പോൾ സ്വാഭാവികമായ യോഗ്യത പോയവരുണ്ടാകാം. ഇവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഒരു ഉദാഹരണം, ചേട്ടനും അനുജനും അവർ കുഴപ്പമൊന്നുമില്ല. അവർ തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ 50-50 കിട്ടിയ ആൾക്കാരാണ്. ചേട്ടനും അനുജനും തറവാട്ടിൽ നിന്ന് ഭാഗവുടമ്പടി ചെയ്ത് മാറിയപ്പോൾ അപ്പൻ അവർക്ക് പകുതി കൊടുത്തതാണ്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ പാപ്പരുമായി അനിയൻ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ചേട്ടൻ്റെ 3 പെൺമക്കളാണ്. അതിൻ്റെ അകത്ത് 2 പേര് അത്രയും പഠിക്കുന്ന ആൾക്കാരല്ല. അതാണ് വിഷയം. മറ്റു അനിയന് ആൺമക്കളാണ്. അവൻ പഠിച്ചില്ലെങ്കിലും കുറച്ച് പഠിച്ചിട്ട് കല്യാണം കഴിച്ച് പോകും. അതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ പെൺമക്കളുള്ള കുടുംബത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തറവാട് ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ആരുണ്ടാക്കിയതാണിത്? ആരും ഉണ്ടാക്കിയതല്ല. ആ കുഞ്ഞുങ്ങൾ പഠിക്കാതെ നിന്ന് വന്നതാണ് അതിൻ്റെ വിഷയം. അപ്പോഴേ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, ഈക്വലായിട്ട് കൊടുത്തതാണ്. ഈക്വലായിട്ട് കൊടുത്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചില ആൾക്കാരെ പുറകിലായി പോകും. ഈ പുറകിലായപ്പോയ ആൾക്കാർക്ക് എന്നും പുറകിൽ കിടന്നാൽ മതിയോ? ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പുറകിലായി പോയത്. ചിലപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ മൂത്തവൾ പഠിക്കാതെ വീട്ടിൽ നിന്ന് അപ്പനെ നോക്കിക്കാണും. അതായിരിക്കും സംഭവം. അപ്പന് അസുഖമായി പോയില്ലേ? അവന് 45 വയസ്സായപ്പോൾ അപ്പന് അസുഖമായി. അപ്പം മൂത്തവൾ അപ്പനെ നോക്കാൻ വീട്ടിൽ നിന്ന്, അവൾക്ക് പഠിക്കാൻ ഒത്തില്ല. അപ്പം അങ്ങനെ മാനുഷികമായ കാരണങ്ങളാൽ ചില ആൾക്കാർ പുറകിലായി പോകും. അപ്പോൾ പുറകിലായിപ്പോയ ആൾക്കാർ ഇതാണ് വിധിയെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നാൽ ദൈവം അത് ഉദ്ദേശിക്കണില്ല. ദൈവം എന്താണ്? ഈ മെറിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യണത് എന്താ? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മെറിറ്റ് യോഗ്യത. എൻ്റെ മക്കൾ യോഗ്യത പോയെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ കിടക്കരുത്. ഇപ്പം നമ്മൾ ജ്ഞാനത്തിന് അതായത് നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു വചനമുണ്ടല്ലോ, കാലാപിറക്കുന്നവരെ പോലെ. പ്രഭാഷകൻ 33:16-17. ഒന്ന് വായിച്ചോളൂ.
ഒടുവിലാണ് ഞാൻ ഉണർന്നത്. നിങ്ങളൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കേട്ടോ. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഇതാണ് സംഭവം. അപ്പൊ ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. എഫെസ്യസ് 2:8 നിന്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിന്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിന്റെ ബേസ്മെന്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നിന്റെ സാഹചര്യം, നിന്റെ ശേഷി, നിന്റെ ശേമുഷിക്ക്, നിന്റെ മണിപ്പവർ, നിന്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്നൊരു സാഹചര്യമാണ്. അത് നീ പൂർണ്ണമായ മനസ്സോടും സർവ്വശക്തിയോടും കൂടിയാണ് നീ അതിൽ ദൈവത്തിൻ്റെ കരം പിടിക്കേണ്ടത്. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്താ? ഇവർ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഫോൺ വരും. അപ്പോൾ അവിടെ മനസ്സിൽ വരണത്, ഞാൻ ഒത്തിരി ഏജ് ആയിപ്പോയല്ലോ, ഇനി കിട്ടുമോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ധൈര്യം വരും. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതെന്തുകൊണ്ടാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആൾക്കാരെല്ലാം ധൈര്യമില്ലാതല്ലേ ഇവിടെ വരണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ധൈര്യം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നമ്മ എബ്രാഹാം എന്ന് പറഞ്ഞ് എടത്വ എന്നൊരു സാക്ഷ്യം ഉണ്ടായി. അന്നമ്മ എബ്രാഹാം എടത്വ. അവരുടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി നേരത്തെ എടുത്തതാണ്. എന്തിനെടുത്തതാണ്? മകളുടെ എന്തോ വിഷയത്തിനും മാരത്താമസം എന്തോ കാര്യത്തിനു വേണ്ടി ഉടമ്പടി എടുത്തതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ട് ഇവർ ഹരിപ്പാട് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ബയോപ്സി എടുത്തപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ മക്കൾ നിലവിളിച്ച്, ഇവർ നിലവിളിച്ചില്ല. ആ സാക്ഷ്യം കേൾക്കാൻ രസമാണ്. എന്താ കാര്യം? ഇവർ പറഞ്ഞ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും. ഇതാണ് സാധനം. അത് നിങ്ങൾ അന്നമ്മ എബ്രാഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കണം. അവർക്ക് ഒരു 50-55 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതിന് അവർ ക്യാൻസർ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണ്? എന്നെ അമ്മ സംരക്ഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയില്ലെന്ന് പറയും. അവരുടെ ആദ്യം പറഞ്ഞ വാക്കതാണ്, ഞാൻ ഉടമ്പടി എടുത്താണെന്ന് പറയും. ഇതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ധൈര്യം, എല്ലാവർക്കും ഇത് കിട്ടേണ്ടതാണ്. ചില ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്ന കാരണം അത് അനുഭവവേദ്യമാകത്തില്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ പാക്കേജിൽ ഉള്ളതാണ് ഈ ധൈര്യം. കാര്യം ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് പറയണത് അതാണ്, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും, ഇപ്പോൾ ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് സംഭവം. ഈ ധീരതയുടെ അടിസ്ഥാനം എന്താ? ഏത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മാതാവ് വരുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് അതുപോലെ കൃത്യമായിട്ട് പാക്കേജ് നൽകുന്ന ഈ പ്രസൻസ് സെക്യൂർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേറെയില്ല, പരിശുദ്ധ കുർബാന അല്ലാതെ. പരിശുദ്ധ കുർബാനയിൽ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളുടെ അഡൾട്ടേഴ്സ് പാസ്സാക്കുക, വസ്തു വിൽപ്പന, മകളെ കെട്ടിക്കുക, ഇങ്ങനെയുള്ള സാധാരണ യൂസ് ആൻഡ് ത്രോ സബ്ജക്റ്റ് ഇല്ലേ? 70 കൊല്ലം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ 70 കൊല്ലമാകുമ്പോൾ കയ്യിൽ നിന്ന് പോവില്ല. നീ ആരാണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞാലും ശരി, 70-75 കൊല്ലം ആകുമ്പോൾ ഈ സംഭവം കയ്യിൽ നിന്ന് പോകും. ഈ മനുഷ്യന്മാരുടെ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾ എന്തെല്ലാം നേടി ആരെല്ലാമായിട്ടും ഈ ഭൂമിയിൽ ഒരു കഥയുമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്താ കാര്യം? ഈ ഭാരതരത്നം കിട്ടിയിട്ട് പോലും ആ മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ലോകത്തിന് നമുക്ക് തരാൻ കഴിയാവുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ബുദ്ധിയും ബോധമുള്ളവർ മനസ്സിലാക്കണം. ദൈവത്തെ വിറ്റിട്ട് നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി
നിങ്ങൾ ജീവിതം പണയം വെച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇത് നമ്മൾ ഈശോ ചോദിച്ചില്ലേ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ്? അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ ആ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ച് നിലപാടുകളെടുത്ത് നിത്യതയോളം ഉള്ള യാത്രയുണ്ടെന്നുള്ള ബോധത്തിൽ വേണം ഉടമ്പടിക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പെരുമാറാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെറും മെറ്റീരിയലായിട്ട് ഈ വിഷയത്തെ കാണരുത്. മെറ്റീരിയലായിട്ട് ജോലി കിട്ടുക, കാശ് കിട്ടുക, വീട് വെക്കുക, അതിൻ്റെ അപ്പുറത്ത് അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് നിങ്ങൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് വരും. പക്ഷേ എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം എന്താണ്? ദൈവമാണ്. എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം ദൈവമാണ്. അത് നിങ്ങൾക്ക് ഉടമ്പടിയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ട ഒരു വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്ത് അനുഗ്രഹം കിട്ടിയാലും ഏറ്റവും വലിയ അനുഗ്രഹമായി നിന്നെ നേടുവാൻ, നിന്നെ കരുതുവാൻ എനിക്ക് പ്രത്യേക അറിവും ബോധ്യവും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ടീച്ചർ വന്ന് നമ്മൾ റിബി ജോസഫിൻ്റെ സാക്ഷ്യം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിബി ജോസഫ് വന്ന് ഉടമ്പടി എടുത്ത് പോയി. അവർക്ക് ടീച്ചറാകാൻ ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണമെന്നാണ്. പക്ഷേ ഈ കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞ് അതേ സ്കൂളിലേക്ക് തന്നെ അവർ ആപ്ലിക്കേഷൻ കൊടുക്കും. അവർ പറഞ്ഞ പോലെ വേറെ ഒന്നും കൊടുത്തില്ല. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇവർക്ക് പേടിയാണ്. അവിടെ മെറിറ്റില്ലെന്ന് നോക്കണം. എന്താ കാര്യം? ആപ്ലിക്കേഷൻ ഒത്തിരി പേര് പുതിയ തലമുറയൊക്കെ വന്നിട്ടുണ്ട്. അവർക്കതെല്ലാം അടിച്ചു പൊടിച്ച് ക്ലാസ് എടുക്കുന്ന പാർട്ടി എല്ലാം ഇംഗ്ലീഷും സംഭവങ്ങളെല്ലാം ഹിന്ദിയും എല്ലാം നല്ല വഴക്കമുള്ള ആൾക്കാർ, വെടിച്ചില്ലി പോലെ പറയുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മെറിറ്റ് പോകും അല്ലേ? അപ്പോഴും മെറിറ്റ് പോകും. മെറിറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ വർക്ക് ചെയ്യണത് എന്താണ്? ഗ്രേസാണ്. ഇതാണ് ഉടമ്പടിയുടെ സംഭാവന എന്ന് പറയുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യൻസ് 2:8. അപ്പോൾ ഈ ഗ്രേസ് ഞങ്ങളെന്താ ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ ഗ്രേസ് നിലവാരം ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടി എന്താ ചെയ്യണത്? ഈ മെറിറ്റ് നമുക്കിവിടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ദൈവം തന്നതാണ്. പക്ഷേ നിങ്ങളുടെ മെറിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ വർക്ക് ചെയ്യേണ്ടത് ഗ്രേസാണ്. ഗ്രേസ് വർക്ക് ചെയ്യാനുള്ള എക്സസൈസുകളാണ് ഉടമ്പടിയിലുള്ളത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അല്ല ചുമ്മാ 65 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയെന്നൊക്കെ ചില വലിയമാരും സാക്ഷ്യം പറയും. ഞാൻ പറഞ്ഞാൽ ആ റോഡേ പോയിരുന്ന് പറയാൻ പറയും. ബുദ്ധിബോധമില്ലാത്ത ആൾക്കാർ ഇത് ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ, ഇത് ചെയ്യണതല്ലേ ഉടമ്പടി. ഉടമ്പടി ചെല്ലൽ കുറവല്ലേ, ചെയ്യണതാണ്. ഒരു കൈയും ചെയ്യലതില്ല. ചുമ്മാ പ്രാർത്ഥനാ പുസ്തകം വെച്ചുകൊണ്ട് 10-600 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കും. ചെല്ലണമല്ലല്ലോ ഇത്. കാര്യം ഇതിൻ്റെ ഈ മെഡിസിൻ്റെ കണ്ടൻറ്റ്, പ്രത്യേക കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? ഉടമ്പടി കണ്ടൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യണത്? അത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ, ആകാത്ത സമയം ആക്കിയെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു ഫോർമുല ആണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അമ്മയ്ക്ക് വേണമെങ്കിൽ വായ്പ മേടിപ്പിക്കാമായിരുന്നു വീഞ്ഞ്, അമ്മയ്ക്ക് വേണമെങ്കിൽ വിലക്ക് വാങ്ങിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ അമ്മ ക്രിസ്തുവുമായിട്ട് കൂട്ടിമുട്ടിച്ചത്? അമ്മയുടെ ജോലി അതാണ്. അതായത് അമ്മ എന്തിനാണ് അമ്മയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചത് അല്ലേ? പരപിതാവിന് തിരുസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടി സ്വീകരിച്ചത് അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തിന് വേണ്ടി അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ബി ദ എവർ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ മേടിക്കണത്. ഏതെല്ലാം കാലത്ത് ഏത് കുരിശിൻ്റെ ചുവട്ട് നിന്നാലും കുഴപ്പമില്ല. എൻ്റെ മകൻ തുണിയില്ലാതെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാനവിടെ മൃതപ്രായം നോക്കി നിന്നാലും കുഴപ്പമില്ല. ഞാൻ എങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടാലും ശരി, Thy kingdom come, thy will be done എന്ന് പറഞ്ഞ് ഈശോയെപ്പോലെ തന്നെ നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ്സ് നിറവേറണം എന്ന് പറഞ്ഞ ഈശോയെപ്പോലെ ഒപ്പം തോളോട് തോലം ഒറ്റ ഒരേ സ്വരത്തിൽ ഈശോയോട് ചേർന്ന് പറഞ്ഞ ആളാണ് Behold the handmaid of the Lord, be it done to me according to thy word. അപ്പൻ്റെ മനസ്സ് നിറവേറ്റുക മാത്രമാണ് എൻ്റെ ജീവിത ലൗത്യമെന്ന്. അതാണ് ഉടമ്പടി. ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ മനസ്സുണ്ടാകണം. എന്താ അമ്മയുടെ മനസ്സെന്ന് പറയണത്? അപ്പാ, നിൻ്റെ തിരുമനസ്സ് നിറവേറാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. സകലമെങ്കിൽ സകലം കർത്താവിൻ്റെ വചനം മറ്റു വ്യക്തികളിൽ എത്തിക്കണം.
അതുപോലെ തന്നെ സമർപ്പണമെങ്കിൽ സമർപ്പണം. ഞാൻ തന്നെ സുവിശേഷമാകണം, ഞാൻ തന്നെ സുവിശേഷമേകണം. യേശുക്രിസ്തു അറിയിക്കാൻ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ സുവിശേഷമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവിനോട് ചേർന്ന് കൊണ്ടൊരു മരിയൻ മിഷൻ അങ്ങ് തുടങ്ങുമ്പോൾ ഉടമ്പടി എന്താണെന്നറിയും, ദൈവം എന്താണെന്നറിയും. നിന്നെ തന്നെ ദൈവത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. ഇന്ന് ദൈവവേദ ഓരോ വചനവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഗ്രേസ് ഫീൽഡ്, നിങ്ങളുടെ മെറിറ്റ് കുറയുമ്പോൾ, നിങ്ങളുടെ യോഗ്യത കുറയുമ്പോൾ, നിങ്ങളുടെ കൃപയുടെ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ദൈവം കരുതിക്കൂട്ടി ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഇതിനെ പഠിക്കണം. ഉടമ്പടി പഠിക്കേണ്ടത്, കവനൻ്റ് പഠിക്കേണ്ടത് കണ്ടൻറ്റ് വൈസാണ്. എന്തുകൊണ്ട് കൃപാസനം പത്രം നിങ്ങൾ വിതരണം ചെയ്യണം? എന്താണ്? എന്നെ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞപ്പെടുത്തുക. ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസംഗിക്കാൻ പാടാണെങ്കിൽ നമ്മൾ പ്രസംഗം അവർക്ക് എഴുതിയ പ്രസംഗം കൊടുക്കും. കൃപാസനം പത്രം എഴുതിയ പ്രസംഗങ്ങളാണ്. കർത്താവ് ഇതുപോലെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ വല്ലതും പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണേ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കർത്താവിനോട് ആലോചന ചെയ്യും, പ്രാർത്ഥിക്കും, ചില വചനത്തെക്കുറിച്ച് പഠിക്കും, പിന്നെ ഇവിടെ വന്ന് നിൽക്കും, ബാക്കി കർത്താവ് പറയും. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കൃപാസനം പത്രത്തിലുള്ളത്. അതാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്ത് പറയണം? കർത്താവേ, എന്നെ അറിയാം, എനിക്ക് പ്രസംഗിക്കാൻ ചാതുര്യമില്ല, പക്ഷേ പൗലോസ് അപ്പോസ്തലനെ പോലെ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കാൻ ചാതുര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മൾക്കത് ചാതുര്യക്കുറവ് ഒരു കുഴപ്പമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ എഴുതും. നിങ്ങൾക്ക് എഴുതാനും പറ്റത്തില്ലെങ്കിൽ എഴുതിയ സാധനം നിങ്ങൾക്ക് കയ്യിൽ തരും. ഉടമ്പടിയുടെ എന്താണ് ഉടമ്പടി, എന്താണ് ഈശോ, ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എത്ര പേർക്ക് എന്തെല്ലാം സംഭവിച്ചു ഈ മാസം. 120 പേർക്കാണ് സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പത്രത്തിൽ 120 ഉണ്ട്. നമുക്കിവിടെ ഒരു ദിവസം തന്നെ 25 സാക്ഷ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോൾ 250 സാക്ഷ്യം ഉറപ്പായിട്ടുണ്ട്. 750 സാക്ഷ്യങ്ങൾ മിക്കവാറും ഇടുന്ന 60 സാക്ഷ്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടത്തുള്ളൂ. കാര്യം എന്താ, അത്ര സ്ഥലം യൂട്യൂബിൽ അത്ര സമയമുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ പ്രാർത്ഥനയിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലയാണ് ചെയ്യണം എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആദ്യം വേണ്ട ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷ വേല ചെയ്യും, പ്രാർത്ഥിച്ച് പത്രങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ സൽപ്രവൃത്തികളും. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, നഗ്നനെ ഉടുപ്പിക്കുക. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ ഈശോ പറയണില്ല. അത് ഈശോയെ തന്നെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട്, ഇല്ലായ്മക്കാരെ ഈശോയെക്കായി കണ്ടുകൊണ്ട് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർക്ക് ചെയ്യണത്. ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞില്ലേ. ആരാണ്ടെൻ്റെ ഗ്രേസാണ് മുകളിൽ നിന്ന് കെട്ടിയെടുത്ത് വരുമെന്നാണ് വിചാരിക്കണത്. അതല്ല, നമ്മൾ നമ്മുടെ ഗ്രേസ് ഫീൽഡ് വർദ്ധിപ്പിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എഫെസ്യസ് 2:8 പറയുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുമ്പോഴേ ആ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് ഒരു മിനിമം യോഗ്യത വേണം. കാര്യം മാലാഖ് മറിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? മറിയം, നീ ദൈവദൃഷ്ടിനിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്താത്ത കാലമാടന്മാരും ഉണ്ട്. സക്കറിയാടത്ത് പോയപ്പോൾ ഇത് പറയാൻ പറ്റണില്ലേ? സക്കറിയൊക്കെ പറയാൻ പറ്റണില്ല. അതേ കാക്ക് അക്സെപ്റ്റബിലിറ്റി കുറവാണ്. സക്കറിയ യോഹന്നാൻ മാന്താനയുടെ അപ്പനാണ്, പുരോഹിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ദൈവദൃഷ്ടിനെതിരെ റിസെപ്റ്റിവിറ്റി കുറവാണ്. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയണത്? നീ ദൈവദൃഷ്ടിനിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. കാര്യം ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ ഫോർമാറ്റ് നീ കറക്റ്റ് ചെയ്തിരിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ചെയ്തിരിക്കുന്ന കാര്യമാണത്. പ്രാർത്ഥിക്കുകയും അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കുകയും. അത് മറിയം പറയുന്ന സ്വസ്ത്രഗീതം പോലും സാമുവേലിൻ്റെ അമ്മ പറഞ്ഞ സ്വസ്ത്രഗീതമാണ്. കാര്യം മറിയം നന്നായി അമ്മ വചനം വായിച്ച് ധ്യാനിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ സ്വസ്ത്രഗീതം പോലെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അന്നമ്മയുടെ സ്വസ്ത്രഗീതമാണ്. ആരുടെ? സാമുവേലിൻ്റെ അമ്മയില്ലേ, എൽക്കാനയുടെ പത്നി, അവരുടെ സ്വസ്ത്രഗീതമാണ്. കുറേ വാക്കുകളാണ് അമ്മ സ്വസ്ത്രഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, വിശുദ്ധ ഗ്രന്ഥം അറിയാം. അപ്പോൾ അമ്മ അത് പഠിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അമ്മ വചനമായി ജീവിക്കുമ്പോഴാണ് അമ്മ വചനത്തിലാണ് മറുപടി പറയണത്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? വചനത്തിൻ്റെ ദാസി എന്നാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ദാസി എന്നാണെങ്കിൽ വചനമെന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാണ്. കാര്യം നമ്മൾ വചന കൂടാരത്തിൽ വചനത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്നത് എന്താണ്? വാഗ്ദാന പേടകത്തിൽ ഇരിക്കുന്ന വചനമാണ്.
അപ്പോഴേ ഈ വചനത്തിന്, ആ വചനം നിറവേറ്റാൻ ഞാൻ എന്ത് ദാസ്യപ്പണിക്കും തയ്യാറാണെന്നാണ് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വചനം നിറവേറ്റാനേ. ഇപ്പോൾ പാക ഉടമ്പടി നടന്ന് ഒരു തല്ലും പൊട്ടിക്കലും തന്തയ്ക്ക് വിളിക്കലും തന്തയെ ഇരുത്തിക്കൊണ്ടൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 5 സെൻറ്റ് കൂടുതൽ കിട്ടും. വീടുകളിലൊക്കെ നടക്കാനുണ്ടല്ലേ? മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടത്തുമില്ല. കാര്യം നമ്മളെന്താ ചില ആൾക്കാർ പറയത്തത്, നിൻ്റെ വായി കൂവലാണോ എന്ന് ചോദിക്കും. അതല്ല, എനിക്ക് പറയാനറിയാം, പക്ഷെ അവർ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അവർ സമാധാനം പാലിക്കുക. കർത്താവിൻ്റെ വചനം സമാധാനം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. അതുകൊണ്ടാണ് അവരവിടെ സമാധാനം പാലിക്കുന്നത്. പക്ഷെ അവർക്ക് നഷ്ടമാണ്. മുട്ടാളന്മാരും കൈക്കൊള്ളവരും കാര്യക്കാരും പകുതിയും കൊണ്ട് പോകും. ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടം വരും, തീർച്ചയായിട്ടും ഒഴിവാണ്. അതെന്തുകൊണ്ടാണ്? ഈ വചനത്തിന് ദാസിയായി സമാധാനം സ്ഥാപിക്കാനുള്ളത് ഒരു സുവിശേഷ സാക്ഷ്യമാണ്. അതിന് രക്തസാക്ഷിയായ സഭ മരത്തിൽ തൂക്കണമെന്നൊരു കാര്യമില്ല. ഒരു കുടുംബത്തിൽ സകല സാഹചര്യങ്ങളെ ക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഉടമ്പടി വിജയിച്ച്. കാര്യം എന്താണെന്ന് പറയുക, അതും സുവിശേഷമാകുകയാണ്. നമ്മൾ സുവിശേഷമാകുന്ന ആൾക്കാർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടിയാണ് അച്ഛൻ പറഞ്ഞത്, നിൻ്റെ ഗ്രേസ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നീയും അമ്മയെപ്പോലെ ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തും. ദൈവതിരുസന്നിധി നിൻ്റെ IELTS വിജയം കണ്ടെത്തുക. ദൈവതിരുസന്നിധി നിന്നെ വസ്തു വിൽക്കാനുള്ള പോംവഴി കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള ചെറുക്കനെ കണ്ടെത്തുക. ദൈവതിരുസന്നിധി നീ കെട്ടാനുള്ള പെണ്ണിനെ കണ്ടെത്തുക. ഇതൊക്കെ എന്തെല്ലാം കണ്ടെത്തിയാലും 70 കൊല്ലം കഴിയുമ്പോൾ കണ്ടെത്തിയ ആൾക്കാരെ പേരെ കാണാതെയും. എല്ലാം കണ്ടെത്താം, പക്ഷെ കണ്ടെത്തിയ ആൾക്കാരെ കാണാതെയാവും. നമുക്കറിയാമല്ലോ. പക്ഷെ ദൈവതിരുസന്നിധി കൃപയാണ് കണ്ടെത്തണമെങ്കിൽ അന്ത്യകാലം വരെ നിൽക്കും. നമ്മൾ 11:19 വായിക്കത്തില്ലേ? 11:19 വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിച്ച മക്കളെ. വെളിപാടിൻ്റെ പുസ്തകം 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ഒന്ന് പറഞ്ഞേ. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അതിന്റെ അടുത്ത വരി വായിച്ചേ. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. അടുത്ത വായിച്ചേ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. അതാണ് വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം കാണായി എന്ന് പറയുമ്പോൾ ആ വാഗ്ദാന പേടകം ആരാണെന്ന് പറയുന്നുണ്ട്. ആരാണത്? ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. ആ ഗർഭത്തിൽ ആരാണുള്ളത്? യേശു ക്രിസ്തു. അപ്പോൾ അവൾ ആരായിരിക്കും? അമ്മ. കൈ ഇടിച്ച് ദൈവതിരുസന്നിധി കൃപ കണ്ടെത്തുന്നവരെ 70 കൊല്ലത്തേക്കല്ല കണ്ടെത്തുന്നത്. മനസ്സിലായ? ദൈവതിരുസന്നിധി നീ പരീക്ഷയുടെ വിജയം കണ്ടെത്തിയാൽ 70 കൊല്ലം കഴിയുമ്പോൾ തീരും. ദൈവതിരുസന്നിധി നിൻ്റെ വസ്തു വിൽക്കണേന് ഒരാവശ്യം കണ്ടെത്തിയാൽ ആ വസ്തുവിൻ്റെ കാലം കഴിയുമ്പോൾ അത് തീരും. ദൈവതിരുസന്നിധി നീ ചെറുക്കനെ കണ്ടെത്തിയാലും നീ നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയാലും എല്ലാം 100 കൊല്ലം കൊണ്ട് തീരും. ദൈവതിരുസന്നിധി നീ കൃപ കണ്ടെത്തിയാൽ അന്ത്യം വരെ, അവസാന കാലം വരെ, നിത്യത വരെ പരിശുദ്ധ അമ്മയോടൊപ്പം നിൻ്റെ സാന്നിധ്യം ദൈവതിരുസന്നിധി ഉണ്ടാകും. ദൈവവേദലേ, ഇത് കൃപയുടെ ഒരു എക്സ്റ്റൻഷൻ. കൃപ കണ്ടെത്തണം. നിൻ്റെ മെറിറ്റ് കുറഞ്ഞു പോയാൽ, അപ്പോൾ അതല്ലേ റബി ടീച്ചർ സംഭവിക്കണത്. അവിടെ മെറിറ്റ് കുറഞ്ഞു പോയി. പക്ഷേ അവരുടെ കൂടെ കോമ്പറ്റ് ചെയ്യണം. മത്സരത്തിൽ റബി ടീച്ചർ ജയിക്കും, ഇൻ്റർവ്യൂ ജയിക്കും. മാനേജർ പറഞ്ഞ് ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കാര്യമുണ്ട് കേട്ടക്ക് പാസ്സാകണമെന്ന് പറയും. ഇൻ്റർവ്യൂ ജയിച്ചിട്ടുണ്ട്, ജോലി തരാം, പക്ഷേ കേട്ടക്ക്. അപ്പോഴും ഇവർ വിറക്കും. എന്താ കാര്യം? കേട്ടക്ക് പുതിയ പരിപാടിയാണ് അല്ലേ? അത് കുഞ്ഞുങ്ങളുമായിട്ട് പഠിച്ചാൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പഠിച്ചാൽ അവരൊരിക്കലും രക്ഷപ്പെടത്തില്ല. അപ്പോഴും മാതാവിനോട് പറയും, എന്താണ് അവിടെയും ഉടമ്പടി വർക്ക് ചെയ്യും. എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 150 ചോദ്യങ്ങളാണ് കേട്ടക്കിന് വരേണ്ടത്. 150 ചോദ്യങ്ങൾ. ടീച്ചറിൻ്റെ കൈയും കാലും പറിച്ച് കണ്ണൊക്കെ ചിമ്മി, കണ്ണ് കാണാൻ പറ്റില്ല, തലകറക്കം പറ്റില്ല, എന്തൊക്കെ ആ 8 ചോദ്യം അറിയാൻ പാടുള്ളൂ.
8 ചോദ്യമേ അറിയാൻ പാടുള്ളൂ 150 ചോദ്യത്തിൽ. കാര്യം 17 കൊല്ലമല്ല പഠിച്ചിറങ്ങിയിട്ട്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ അടുത്തൊക്കെ ടീച്ചർ ഈ ഉടമ്പടി കാശിലും കൊണ്ടുവെക്കും. കേട്ടക്ക് പരിചയമാണ്. ഉടമ്പടി 150 ചോദ്യത്തിൻ്റെ പിന്നിലും കൊണ്ടുപോയി ഉടമ്പടി കാശിൽ വെക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ബ്ലിങ്ക് ചെയ്യും. അതെല്ലാം ടിക്ക് ചെയ്ത് വെക്കും. ആരാണ്? മാതാവ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചില ഉത്തരങ്ങൾ ബ്ലിങ്ക് ചെയ്യിക്കുകയാണ്. അത് ഭയങ്കര രസമാണ് ടീച്ചർ പറഞ്ഞ് കേൾക്കാൻ. അത് അവർക്കറിയത്തില്ല. അവർക്ക് 8 എണ്ണമേ അറിയാൻ പാടില്ല. 150 ചോദ്യങ്ങളുണ്ട്. അവർ 94 എണ്ണത്തിന് റെഫർ ചെയ്ത് ഈ 94 ഉത്തരം അവർ പറഞ്ഞു എനിക്ക് സത്യമായിട്ട് 8 ഉത്തരവേ അറിയാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അമ്മ എഴുതി തന്നതാണെന്നാണ്. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന. അവരുടെ സർക്കാർ ജോലിയായി നോക്കിയ ഒരു സ്റ്റോറി വന്ന കാര്യമില്ലേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു സംഭവം, ഇവിടെ കമ്പ്, സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിൻ്റെ കമ്പ് പണ്ടേ കരിഞ്ഞു പോയതാണ്. പക്ഷെ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ കൂടാരത്തിലേക്ക് വരികയാണത്. അഹ്റോൻ്റെ കമ്പ്, ഈ അവധാന പേടത്തിലിരിക്കുന്ന ഒരു ഐറ്റം എന്താണെന്ന് അറിയാം? ഒരു ഐറ്റം വചനമാണ്. ഒരൈറ്റം എന്താണ്? അഹ്റോൻ്റെ ഉണങ്ങിയ കമ്പ് കൂടാരത്തിൽ വെച്ചതാണ്. എന്നിട്ടത് പിറ്റേ ദിവസം മോസസ് വിരുന്ന് നോക്കുമ്പോഴത് ബദാം കായ്ച്ച് കിടക്കും. നിൻ്റെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയതോ ഔട്ട് ഓഫ് ഡേറ്റ് ആയതോ നീ വ്യർത്ഥം വെച്ച് പോയതോ എല്ലാം ഉടമ്പടിയിൽ മാതാവ് ടേക്കപ്പ് ചെയ്യും. അത് സംഖ്യാപുസ്തകത്തിലാണുള്ളത്. സംഖ്യ അല്ലേ? സംഖ്യ ഒന്ന് വായിച്ചോളൂ. സംഖ്യ ശ്രുതികട്ടെ ഹല്ലേലൂയ യേശുവേ സ്തോത്രം ഹല്ലേലൂയ. സംഖ്യ 17:8 സംഖ്യ 17:8 ശ്രുതികട്ടെ ഹല്ലേലൂയ. സംഖ്യ 17:8 പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അതാണ് റീബി ടീച്ചറിൻ്റെ സാക്ഷ്യത്തിൻ്റെ സംഗ്രഹം. അവരുടെ ഒരു വരണ്ട വടിയായിരുന്നു. 17 കൊല്ലം ഒന്നും ചെയ്യാതെ പോയ അത് ആ വിഷയം ഉപേക്ഷിച്ചതാണ്. പക്ഷെ ഉടമ്പടി വെക്കുമ്പോഴത് ഈ അഹറോൻ്റെ പടി പോലെ പൂത്ത് തളർത്ത് നിൽക്കും. മനുഷ്യനെ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ദൈവം പ്രത്യാശ കൊടുക്കും. അത് ഈ വാഗ്ദാന പേടകത്തിൽ മോശയോട് ദൈവം പറഞ്ഞ് ഈ അഹ്റോൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചത് എടുത്തിരുന്ന് വെക്കാൻ പറഞ്ഞ്. ഇത് പിന്നീട് 11:9 ഹെബ്രായ ലേഖനം വായിച്ചവനെ 9:4 അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും മന്ന വെച്ചിരുന്ന വാഗ്ദാന പേടകത്തിലുള്ള ഐറ്റമാണ് ഈ പറയണത്. മന്ന വെച്ചിരുന്ന സ്വർണ്ണ കലശവും അഹറോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിൽ സൂക്ഷിച്ചിരുന്നു. നിങ്ങൾ ഉടമ്പടി ഫലകങ്ങൾ ഇതിലല്ലേ സൂക്ഷിക്കണത്? അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഫലകങ്ങൾ എന്ന് പറഞ്ഞ വചനമാണ് മോസസിന് കൊടുത്തത്. പിന്നെ അഹറോൻ്റെ തളർത്ത വടി പ്രത്യാശ. പിന്നെ എന്താണ്? വാഗ്ദാന പേടകത്തിൽ സ്വർണ്ണക്കലശത്തിൽ മന്നാപ്പം. കാര്യം ജനം ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശത്ത് ദൈവം ഭക്ഷണം കൊടുത്തതിൻ്റെ കാര്യം. അതായത് ഇതെല്ലാം ഒരു സാധ്യത മങ്ങുമ്പോൾ ജോലി, വീട്, വിവാഹം, ജീവിതം, യാത്ര എല്ലാത്തിനും മാനുഷികമായ മെറിറ്റുകൾ കുറയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ അടയാളങ്ങളാണ് അഹറോന് തളർത്ത വടിയും മന്ന അപ്പവും. അതുപോലെ തന്നെ അതിനെ നിവൃത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വചനവും. അപ്പോൾ അവൻ പറയണത് പോലെ ചെയ്യാവുന്നല്ലേ നമ്മൾ പറയണത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ. അപ്പോഴിതുപോലെ നിൻ്റെ പ്രത്യാശ കരിഞ്ഞ വടികളെല്ലാം തളർക്കും. നീ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് നിനക്ക് ആഹാരം കിട്ടും, വഴി കിട്ടും, ജോലി കിട്ടും. ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതിനാണ് വാഗ്ദാന പേടകം എന്ന് പറയണത്. പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ്. യേശുവും വാഗ്ദാന പേടകമാണ്. പക്ഷേ മരിയൻ ഉടമ്പടി വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ പുനഃക്രമീകരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യമായി ജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിത്യസമർപ്പണമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
കർത്താവായ ദൈവമേ, മരിയൻ ഉടമ്പടിയുടെ ആത്മാവും അന്തസത്തയും അറിഞ്ഞുകൊണ്ട് അത് നിലവിൽ വരുത്തുവാനും ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് എല്ലാ മേഖലകളിലും സംലഭ്യമാക്കുവാനും എന്നെ ലൂക്കാ 1:30 അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ എനിക്കും ദൈവതിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തില് കൃപ കണ്ടെത്തുവാൻ, കൃപയുടെ അവസാനം നിത്യതയിലെ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. മുട്ടേതെന്ന് ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. അറിയിപ്പുകൾ, പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. 1. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാക്ഷ്യം. ഞങ്ങൾ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നാലും ഞാൻ ചോദിക്കുന്നത് സാക്ഷ്യം പറഞ്ഞതാണെന്ന് ചോദിക്കത്തുള്ളൂ. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ആ ഉടമ്പടിക്ക് സ്ഥിരീകരണം ഇല്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾ എടുത്തു എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷേ ദൈവം അത് സ്വീകരിച്ചിട്ടില്ല. കാരണം സ്വീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നിങ്ങൾ ചെയ്തിട്ടില്ല. എന്തൊക്കെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വീട്ടിൽ കൊണ്ടേ വെക്കുന്നു, പിന്നീട് അതിൻ്റെ പ്രാർത്ഥനകൾ കുറക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ കാണുന്നില്ല, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, നിങ്ങൾ ഉഴപ്പുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം കിട്ടത്തില്ല. സാക്ഷ്യം കിട്ടാത്തവർ ഞാൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അവർ പ്രോസസ്സിലാണല്ലോ. പിന്നെ രോഗമായി അടിയന്തര വിഷയങ്ങളെല്ലാം എടുക്കും. രോഗം, കടം, ഇപ്പം അതായത് മുന്നിൽ സമയമില്ലാത്ത അച്ഛൻ ആൾക്കാരെ കാണുന്നത് മുന്നിൽ സമയമില്ലാത്ത ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ആൾക്കാർ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഉടമ്പടി 3 പുതുക്കിയാലേ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി എടുത്താൽ തന്നെ ആൾക്കാരെ കാണും. വിഷയം സീരിയസ് ആയാൽ മതി. ഉടമ്പടി എടുത്താൽ തന്നെ കാണാം.
അപ്പം അതിനകത്ത് കാര്യങ്ങൾ കേൾക്കും, ബ്ലെസ് ചെയ്യും, പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. അവർ സീനിയറാണെങ്കിൽ, സാക്ഷിയൊക്കെ പറഞ്ഞ് സീനിയറാണെങ്കിൽ മെസ്സേജുകൾ പറയാൻ തുടങ്ങും. എന്ത് നടക്കും, എപ്പോൾ നടക്കും, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള കറക്റ്റ് കാര്യങ്ങൾ മെസ്സേജ് പറയും. അത് ബിബ്ലിക്കൽ മെസ്സേജുണ്ട്, ദർശന മെസ്സേജുണ്ട്. കർത്താവ് എന്താ തരണത് അതനുസരിച്ച് പറയും. അതുകൊണ്ടാണ് നീല ഉടമ്പടിയൊക്കെ വരണത്. നീല ഉടമ്പടി അവർ തന്നെ വെള്ള ഉടമ്പടിയൊക്കെ ഉണ്ട്. ഉടമ്പടി 2-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് നീല ഉടമ്പടി കിട്ടുന്നത്. ഉടമ്പടി 3-ാം കൊല്ലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് വെള്ള ഉടമ്പടി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം സാക്ഷ്യത്തിൻ്റെ പത്രമുണ്ട്. കാരണം നീല ഉടമ്പടിയാണ്, പിന്നെ സാക്ഷ്യമില്ലായിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ സാധാരണ പച്ച ഉടമ്പടിയുടെ വില മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സാക്ഷ്യം ഉണ്ടാകണം. സാക്ഷ്യം ഉണ്ടായാൽ മാത്രം പോരാ, സാക്ഷി ഇവിടെ വന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. ഇപ്പോൾ മെഡിക്കൽ മറ്റേതിൻ്റെ അകത്ത് മറ്റ് ഡോക്ടർ ഇപ്പോൾ രോഗസൗഖ്യം ഉടമ്പടി കൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ടതായിട്ട് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ വെറുതെ വന്ന് പറഞ്ഞാൽ ഞങ്ങളത് എഴുതിയൊക്കെ എടുക്കും. പക്ഷേ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് പബ്ലിക്കായിട്ട് വിടാൻ പറ്റും. അതാണ് എൻ്റെ ഗുണം. അപ്പോൾ ഒത്തിരി പേര് ഈശോയിൽ വിശ്വസിക്കാനും നിങ്ങൾ വഴി കർത്താവ് മഹത്വപ്പെടാനും ആത്മാക്ക് രക്ഷപ്പെടാനൊക്കെ ഇടയാക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എന്നെ കർത്താവിൻ്റെ പ്രേക്ഷിതയാക്കി മാറ്റാൻ, ഞാൻ വഴി കർത്താവിനെ എല്ലാവരും അറിയാൻ എനിക്ക് നല്ല സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഓഫീസിൽ അവിടെ പ്രഭുവചനൻ ഇരിക്കണത് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തിട്ട് ഓടിക്കളയരുത്. സാക്ഷ്യം പറയാനായിരിക്കും ഉദ്ദേശിക്കണം. കാര്യം സാക്ഷ്യം പറയണം. പറയാൻ പറ്റുന്നതാണെങ്കിൽ അച്ഛൻ പറയാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ സാക്ഷ്യം നിലവാരം കുറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനത് പറയും, കുറച്ചുകൂടി പ്രാർത്ഥിക്ക്, അടുത്ത കാര്യങ്ങൾ നടന്നിട്ട് പറയാമെന്ന് പറയും. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഒപ്പിട്ട് തരും സാക്ഷി നിങ്ങൾക്ക്. ഞങ്ങൾ സാക്ഷ്യം നിങ്ങൾ കൊണ്ടുവന്നതാണ്, കണ്ടതാണ്. അപ്പോൾ അങ്ങനെ സാക്ഷ്യം ഒപ്പിട്ട പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും സാക്ഷ്യം പറഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഒത്തില്ല. പക്ഷേ എനിക്ക് പേപ്പറുണ്ട് സാക്ഷ്യത്തിൻ്റെ, ഒപ്പിട്ട് തന്ന സാക്ഷ്യം എഴുതിക്ക് വെച്ചുകൊണ്ട് തന്നെ അല്ല, ഒപ്പിട്ട് മേടിക്കണം. ഇവിടെ വായിപ്പിച്ച് ഒപ്പിടണം. അല്ല നിങ്ങൾ വല്ല നുണയൊക്കെ എഴുതി കൊണ്ടുവരുമോ ചില അച്ഛനെ കാണാൻ വേണ്ടി? അങ്ങനെയൊക്കെ അതിനൊക്കെ ആൾക്കാർക്ക് മടിയൊന്നുമില്ലല്ല. അപ്പം തല വെട്ടിക്കളഞ്ഞാണ് പിന്നെ ഒട്ടിച്ച് വെച്ചാണെന്നൊക്കെ പറഞ്ഞ് വരും ആൾക്കാർ. അതെന്താ പ്രശ്നം വെച്ചാൽ ചില ആൾക്കാരുടെ സ്വഭാവമാണ്. ഈ അച്ഛനെ കാണുന്നതിലാണ് എൻ്റെ വലിയ ആനക്കാരി ഇരിക്കണമെന്ന്. അതൊന്നുമില്ല. 99% ആൾക്കാർ ഈ സാക്ഷ്യപ്പെടണ അച്ഛനെ കാണാത്ത ആൾക്കാരാണ്, അമ്മയെ കണ്ട ആൾക്കാരാണ്. മര്യാദയ്ക്ക് ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ഒരു 1000 കാര്യം അമ്മ സാധിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. പ്രൈസിലോട്. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി, രണ്ടാമത്തെ സാക്ഷ്യം. ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ അത്യാവശ്യക്കാർക്ക് എന്നെ കാണാൻ അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഈ ആൾദൈവമൊന്നും അല്ല കേട്ടോ, ആൾക്കാരെ ക്രിസ്തുവിൽ സഹായിക്കുന്ന ഒരു സാധു സുവിശേഷ പ്രവർത്തകനാണ്. അത്രേ ഉള്ളൂ. അപ്പം പക്ഷേ അച്ചിട്ട് വിശ്വസിക്കും. അത് പുതിയതായിട്ട് ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി വന്ന ആളല്ല. കുഞ്ഞുനാൾ മുതൽ 4 വയസ്സ് മുതൽ പ്രാർത്ഥിച്ച് വന്ന ആളാണ്. അതിൻ്റെ പുണ്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിനൊരു പഞ്ഞുമില്ല. നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കാൻ പോകുന്നതാണ് പ്രശ്നം. മര്യാദയ്ക്ക് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പാലിച്ചു പോകണമെങ്കിൽ അച്ചിട്ടതാണ് കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി സീരിയസ് ആകണമെന്ന് എൻ്റെ അഭിപ്രായം. അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നവർ ഉടമ്പടി പൂർത്തീകരിക്കണം, ഉടമ്പടി എടുത്തിരിക്കണം. പൂർത്തീകരിക്കണമല്ല, ഉടമ്പടി എടുത്തിരിക്കണം, അത്രേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഉടമ്പടി 3-4 പുതുക്കിയാലേ കാണത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരെയും കാണും. എവരിബഡി. അതായത് നിങ്ങൾക്ക് പ്രശ്നം സീരിയസ് ആയാൽ മതി, അപ്പം കാണും. അപ്പം അതിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് നിർത്തണം. ഒരു സീരിയസ് വിഷയം കൊച്ചു കാര്യത്തിന് വരരുത്. ഉടമ്പടി എടുത്താൽ തന്നെ ഓടി വെറുതെ ആവശ്യമില്ല വരരുത്. കാര്യം നമ്മൾ ഉടമ്പടി എടുക്കണതെന്തിനാ? നമ്മൾക്ക് വിഷമം പ്രയാസം ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അതിന് ഉടമ്പടി തന്നെ പരിഹാരമാണ്. അതായത് പിന്നെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു കൺഫ്യൂഷൻ, അതെടുക്കണോ ഇതെടുക്കണോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ വരുത്തില്ലേ. ചില ആൾക്കാർ ചോദിക്കും, അച്ഛാ ടാക്സാണ് കിട്ടിയിരിക്കുന്നത്, എനിക്ക് ബിസിനസ് മതിയായിരുന്നു എന്നൊക്കെ പറയും. MBAക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് മതിയാണ്. അപ്പോൾ അവർക്ക് പക്ക കൺഫ്യൂഷനാണ്. അപ്പോൾ പക്ക കൺഫ്യൂഷനാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് പറയും. അങ്ങനെ എല്ലാ കാര്യത്തിനും കൺഫ്യൂഷൻ വരുന്ന എല്ലാ കാര്യത്തിനും കറക്റ്റ് ഗൈഡ് ലൈൻസ് തരും. പ്രാർത്ഥിച്ചും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തും നിങ്ങളുടെ സാഹചര്യം വിലയിരുത്തിയും നമ്മളൊരു കൺക്ലൂഷൻ എത്തിയിട്ട് ആ കൺക്ലൂഷന് കൺകറൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചും അതിൻ്റെ മെസ്സേജ് എടുത്തു വെക്കുകയാണ് നിങ്ങളെ സഹായിക്കുന്നത്.
അപ്പം അങ്ങനെ വരുമ്പോൾ അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റോളം വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് സീരീസ് ഇപ്പോൾ ഇന്ന് ഏറ്റവും കുറവ് ആളുള്ള ദിവസമാണ് വ്യാഴാഴ്ച. അതുകൊണ്ടാണ് ഞങ്ങൾ ധ്യാനം വെച്ചത്. കാര്യം മറ്റു ദിവസങ്ങളിലൊക്കെ നമുക്ക് ധ്യാനം വെക്കാൻ പറ്റത്തില്ല. 350 ഉടമ്പടിയും പിന്നെ പുതുക്കണ 250 കൂടി 600 എല്ലാ ദിവസവും വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഇന്നിപ്പോൾ ഇത്തിരി സമാധാനമുണ്ട്. അപ്പോൾ ഇത്രയും വിഷയത്തിൽ നിന്നാണ് നമ്മൾ ആൾക്കാരെ എടുക്കേണ്ടതെന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും സീരിയസ് ആയിട്ട് ആൾക്കാർ മാത്രമേ ഓഫീസിൽ ചെന്ന് പറയാവൂ. എന്നിട്ട് പക്ഷെ പറഞ്ഞാൽ മാത്രം പോരാ, രേഖകൾ കാണിക്കണവരെ അതായത് ഉടമ്പടി എടുത്തവരെ മാത്രമേ ഇവിടെ സംസാരിക്കാൻ പോലും അനുവദിക്കത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്, ഇവിടുത്തെ പ്രാർത്ഥനാവിധികളെല്ലാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. കാരണം ഈ വഴിയെ ഇത് നാഷണൽ ഹൈവേ നിൽക്കുന്ന കാരണം ആൾക്കാർ കൂടുമ്പോൾ ചുമ്മാ വഴിയെ കൊണ്ടൊരു വണ്ടി നിർത്തി കയറിയേക്കുകയും അവർക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം സന്തോഷമായിട്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ സർവീസ് ചെയ്യണത് ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവരോട് മാത്രമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ അപ്പം അമ്മയാണ്, അല്ലെങ്കിൽ അപ്പനാണ്, അല്ലെങ്കിൽ ആങ്ങളെയാണെങ്കിൽ പെങ്ങളെ കൊണ്ടുവരാം, ആ വീട്ടിലുള്ള അമ്മയെ കൊണ്ടുവരാം, ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നവരെ കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. ആ വീട്ടിലുള്ളവരായിരിക്കണം. കെട്ടിച്ചു വിട്ടവരെ കൊണ്ടുവരരുത്, അവർ വേറെ ഉടമ്പടി എടുക്കണം. കെട്ടിച്ചു വിട്ട മക്കളില്ലേ, കെട്ടിച്ചിട്ട മക്കൾ അവർ വേറെ ഉടമ്പടി എടുക്കണം, അത് വേറെ വീടല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം. ഇപ്പോൾ ഇന്നലെ ആൾക്കാരറിയാതെ ഇപ്പോൾ ഡോക്യുമെൻ്റ് കാണിച്ച അച്ഛനെ കാണാമല്ലോ, അപ്പോൾ അവർ എന്തെങ്കിലും ഡോക്യുമെൻ്റ് സംഘടിപ്പിക്കും. പക്ഷേ ഡോക്യുമെൻ്റ് അവിടെ വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്തിരിക്കണം, ചേട്ടത്തിയുടെ കാര്യമല്ലേ പറയണത്, ചേട്ടത്തിയുടെ അനിയത്തിയുടെ മകളെയും കൊണ്ട് വന്നിരിക്കണം, അവരുടെ കാര്യം പറയാൻ വേണ്ടി ഇവരുടെ ഡോക്യുമെൻറ്റും കൊണ്ട് വന്നിരിക്കുക. അത് മനഃപൂർവ്വം വന്നാണെന്ന് ഞാൻ പറയണില്ല, അവർക്കറിയാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പം അത് അവർ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, മോളെ നീ ഉടപിടിക്കണം, നീ എംബ്രാൻ്റെ വെട്ടത്ത് വാരുടെ അത്താഴത്തിന് വേണ്ടി മരക്കയ്യനെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കാൻ വരരുത്. ഇതൊക്കെ അതൊക്കെ മുതലെടുപ്പാണല്ല. അത് ചില ആൾക്കാർ അവർ ദൈവമായിട്ടൊരു ബന്ധവുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ഉപവസിപ്പിച്ചിട്ട് ഇവർ മുതലെടുക്കും. അങ്ങനെ ചെയ്യരുത്. ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞത് ഒരു വലിയ അധികാരികതയാണ് ആ വ്യക്തിക്ക്. അവർ മാത്രമേ സംസാരിക്കാൻ ഇവിടെ ആൾക്കാരെ അനുവദിക്കത്തുള്ളൂ, മറ്റുള്ളവർ ആരെയും കയറ്റത്തില്ല. പിന്നെ അവർ പറയണേ എൻ്റെ ഭർത്താവാണ്, എൻ്റെ മകളാണ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവരെ കൂടി വിളിപ്പിക്കും. അവരുടെ എല്ലാവരെയും വിളിപ്പിക്കും, ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിപ്പിക്കും, പുറത്തുള്ള ആരെയും വിളിപ്പിക്കത്തില്ല. അവർ വേറെ ഉടമ്പടി എടുക്കണം, ശ്രദ്ധിക്കുക. പിന്നെ ഉടമ്പടി നിങ്ങൾ അവിടെ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ എഴുതി കൊടുക്കാൻ കാര്യമില്ലേ, അത് മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. അവിടെ കുറേ കാര്യങ്ങൾ എഴുതി കൊടുക്കും. ചിലപ്പോൾ കടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതി കൊടുക്കണത്. ഈ കടക്കാരനെ നിങ്ങൾ കറക്കി പൂനലടിച്ച് നിർത്തിയിരിക്കുകയായിരിക്കും. കടം കിട്ടിയാലും കുഴപ്പമില്ല, ഇത് പറഞ്ഞാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് വെച്ചും മകളെ കെട്ടിച്ച് വിട്ടി എല്ലാ കാര്യം പറയും. അതാണ് പ്രശ്നം. അതും ചെയ്യരുത്, അതൊന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല, ചേച്ചിമാരറിയാതെ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണത് നിങ്ങളവിടെ എഴുതി കൊടുക്കുന്ന കാര്യത്തിൽ നോക്കണം, ആ മഞ്ഞച്ചീട്ടയിൽ എന്താണ് അവിടെ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ സീരിയസ് കാര്യം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം കൊടുത്ത് എഴുതി മേടിക്കണം. അവർ ധൃതിക്ക് എഴുതണതല്ലേ. അപ്പോൾ നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും രണ്ടാമത് എഴുതണത്, ആദ്യം എഴുതണത്. അപ്പോൾ ചിലപ്പോൾ രണ്ടാമത് എഴുതത്തില്ല, ധൃതിക്ക് അടുത്ത ചീട്ട് മേടിച്ച് എഴുതുമ്പോൾ ആദ്യ കാര്യം പോകും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്ന. പിന്നെ രോഗികളെ എല്ലാം സീരിയസ് രോഗികൾ, ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി രോഗം, കരൾ രോഗം, അതെല്ലാം എടുക്കും. അപ്പം എൻ്റെ രേഖ കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് രോഗം പറഞ്ഞാൽ പോരെ, രേഖ കാണിക്കണമെന്നൊക്കെ ചോദിക്കും. എന്താ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസറാണെന്ന് പറഞ്ഞാൽ 5 പേര് വന്ന് എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്നെ അങ്ങനെ ആരും പറ്റിക്കുന്നത്, ഇവിടെ ക്യാൻസർ പറഞ്ഞ് പറ്റിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാർട്ടിയായിരിക്കും അവരൊക്കെ. അതെന്താ കാര്യം, ഇവർ വിഷയത്തിൽ നിന്ന് മാറി വേറെ സംസാരിക്കും. ഞാൻ ഇതിന്മേൽ ക്യാൻസറാണല്ലോ എഴുതിയിരിക്കണത്. ക്യാൻസറാണെന്ന് വെച്ചാൽ പണ്ട് ക്യാൻസർ വന്നാണേ, പണ്ടങ്ങാട് വന്നാണെന്ന്, അതിൻ്റെ വകുപ്പിലിപ്പോൾ ചീട്ടപ്പെടുത്തിട്ട് വേറെ കാര്യം പറയാം. അന്ന് ചെയ്തത് കാര്യം എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മൂഡൗട്ടാവും. കാര്യം ഈ ആൾക്കാരെ ഒരു അഭിഷേകത്തെ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇതുപോലെ ഫ്രോഡ് കേസ് വന്നാൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പോകണം. കാര്യം അടുത്ത ആളിനത് ബാധിക്കും. ഈ ആത്മാവിൻ്റെ പ്രവർത്തനമല്ലേ, കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് മാറും, ആ ശുശ്രൂഷ അവസാനിപ്പിക്കും, ശാന്തമായി കുറച്ച് നേരം മനസ്സാപ്രവണത്തിലിട്ട് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത ഇഷ്യൂ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. കാര്യം ഇത് 1 സെക്കൻഡ് മതി, ഇവിടെ 1 മിനിറ്റ് കൊണ്ടെല്ലാം ശരിയാവും. കാരണം നമ്മൾ ഇത്രയും ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് പുണ്യം ചെയ്ത് കൃത്യമായിട്ട് നിൽക്കുകയല്ലേ. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് മതി. അല്ലെങ്കിൽ പറയും മകൾ പോയിക്കൊള്ളാൻ പറയും,
ഒറ്റ പറഞ്ഞില്ല, അത് അമ്മ കൂടെ വരും ആ വിഷയത്തിൽ. കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവം തന്നെ കൂടെ വരേണ്ടി വരും. ചില കേസിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവം കൂടെ വരേണ്ടി വരും. പക്ഷേ ബൈബിളിൽ ഓഫറുള്ള ഏറ്റവും വലിയ ഓഫറാണിത്. ഐ വിൽ കം വിത്ത് യു. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ല, അതാണ് ദൈവം കൂടെ. ഉടമ്പടിക്കാവുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സംഭവം ഈ പാക്കേജ് കൂടെ വരിക എന്നുള്ളത്. നമ്മൾ ഉടമ്പടി പ്രകാരമായതുകൊണ്ട് ദൈവം അത് ചെയ്യും. കാര്യം ദൈവം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അതാണ് നമ്മൾ തിമോത്തി വായിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. പിന്നെ പ്രൊഫഷണൽസിനെ എല്ലാം വിളിക്കും കേട്ടോ. പ്രൊഫഷണൽസിനെ എല്ലാവരും വിളിക്കും. പ്രൊഫഷണൽസിന് ഒരു ബ്ലെസ്സിങ്സ് മതി അവർക്ക്. അവരൊത്തിരി കഷ്ടപ്പെട്ട് രാത്രിയും പകരം പഠിച്ച് നിൽക്കണല്ലേ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ടാബ്ല റാസ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഒന്നും കിട്ടത്തില്ല, തലയിലൊന്നും കയറണില്ല. അച്ഛൻ ഒത്തിരി പഠിച്ചാണ്, ഒന്നും ഇപ്പോൾ ഓർക്കണില്ലെന്ന് പറയും. ഇങ്ങനെ ഒരു പ്രത്യേക നോസായി പോകും ആൾക്കാർ. അതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് പല കാര്യങ്ങൾ കൊണ്ടവർ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബ്ലെസ്സിങ് കൊടുത്താൽ മതി. മാതാവ് അവരെ സഹായിക്കുകയും ചെയ്യും, പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടല്ല. ഇപ്പോൾ ടീച്ചർ എഴുതുന്നുണ്ട്, ടീച്ചറിന് അറിയത്തില്ലേ 150 ക്വസ്റ്റിനിൽ 8 അറിയാൻ പാടുള്ളൂ, ബാക്കി എല്ലാം ചെയ്ത മാതാവാണെന്ന് പറയും. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഒരു ബ്ലെസ്സിങ്സ് തന്നെ. അപ്പം അതുകൊണ്ട് ഈ പ്രൊഫഷണൽസിന് എന്താ, ഇപ്പോൾ MD പരീക്ഷ അല്ലെങ്കിൽ OIT കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴുള്ള പരീക്ഷ, പ്രൊഫഷണൽസിൻ്റെ പരീക്ഷ, IELTS, അങ്ങനെ എല്ലാ പരീക്ഷയും എടുക്കും. BTech എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ പരീക്ഷയുടെ ലാസ്റ്റ് ഭാഗത്ത് നിൽക്കുകയല്ലേ. അവരൊന്ന് ബ്ലെസ് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് കർത്താവ് ജോലി കൊടുത്താൽ അനിയത്തിനെ കെട്ടിക്കാം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ജോലി വാങ്ങിക്കാം, കുടുംബത്തെ കടം മാറ്റാം, വീട് വെക്കാം, കുറേ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ബ്ലെസ് ചെയ്യണത്. നിങ്ങളെ കാണുമ്പോൾ ഞാൻ പോയി മാതാവിൻ്റെ മുട്ടയിൽ നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഇവർ ചിലപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. ബാക്കി 4 പേരെ സംരക്ഷിക്കണമെങ്കിൽ ഇവരെ അങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തിയാൽ മതി. അപ്പം ഞാനത് വളരെ കൃത്യമായിട്ടാണ് മാതാവിൻ്റെ അടുത്ത് ആ വിഷയം മുട്ടതെന്ന് പറയണത്. അപ്പം നിങ്ങൾ ആ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചോ. ഇപ്പോൾ 1, 2 ഒക്കെ ഇടയ്ക്ക് IELTS ഒക്കെ പോയാലും നിങ്ങൾ ആ ഉദ്യമങ്ങളിൽ നിന്ന് പോകരുത്. കാരണം ആ ബ്ലെസ്സിങ് അവിടെ കിടപ്പുണ്ട്. ദൈവം സമയമാകുമ്പോൾ നിങ്ങൾ ഈ കമ്പ് പോലെ അതിനെ തളർപ്പിച്ചെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. നിരാശപ്പെടുകയോ ഞാൻ പ്രാർത്ഥിച്ചല്ല എന്നിട്ട് എൻ്റെ മുടിയിൽ പോയല്ല ഇങ്ങനെയൊക്കെ വർത്തമാനം പറയരുത്. കാര്യം ഹൃദയത്തെ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ മൗനമായിരുന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് കാര്യം. ചക്കോയെ. അടുത്തത് 3ാമത്തെ അറിയിപ്പ്, മരീൻ അപ്പാരിഷൻ സെൻറ്റർ. അതായത് ഇവിടുത്തെ ഒരു സീരിയസ് പ്രോജക്റ്റാണിത്. അതായത് ഒത്തിരി പേര് ഇപ്പോഴും രാത്രിയും പകലൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ. 3 മണിക്കൊക്കെ വരും ഇവിടെ. 3 മണി തൊട്ട് ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങും രാത്രി. അപ്പോൾ ഇവർക്ക് എവിടെ പോകണം, എവിടെ താമസിക്കണം, ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഇവർ ഓരോ വീടുകളിലൊക്കെ പോയി താമസിക്കും. പിന്നെ രാവിലെ വന്നവർ പോലും ഓരോ വീടുകളിലൊക്കെ പോകുന്നുണ്ട് അവരുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാം. അപ്പം അങ്ങനെ ഒരു തീർത്ഥാടകർക്കൊരു ഫ്രണ്ടിലല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പലരും പറഞ്ഞ അച്ഛാ കൃപാസനത്തായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ സന്ധിക്ക് തീർത്ഥാടകരെ ഇങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി വരുന്നവരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ അവിടെ കെട്ടിടം പണിതുകൊണ്ടിരിക്കണം. അപ്പം കുഴപ്പമില്ല, വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങളത് ബുക്ക് ചെയ്തിട്ടേക്കും. നിങ്ങൾക്ക് വന്ന് രാത്രി അവർ താമസിച്ചിട്ട് കുളിച്ച് ഇറങ്ങി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചാൽ കഴിച്ചിങ്ങോട്ട് പോന്നാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പം അതിന് അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. കുറേ മുറികളുണ്ടാവും അതിൻ്റെ അകത്ത്. ആ സ്ഥലത്തിൽ നിങ്ങൾക്ക് വേണേൽ അതിൻ്റെ അകത്ത് ഒരു മുറി 4 വർഷത്തേക്ക് കിട്ടും ഒരാൾക്ക്. ആ പദ്ധതിയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു മുറി 4 വർഷത്തേക്ക് 4 ദിവസം കിട്ടും, ഒരു വർഷം. ഇപ്പോൾ 4 ദിവസമൊക്കെ അതിൽ ആൾക്കാർ വരത്തുള്ളൂ, ഒരു വർഷം മാക്സിമം. അപ്പോൾ ഒരു മുറി 4 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ 5 വർഷം കിട്ടും. അതാണ് പ്രോജക്റ്റ്. അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ എമൗണ്ട് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രാഥമികമായ ചിലവ്. കാര്യം പലരും ആ പദ്ധതിയിലുണ്ടാകുമല്ലോ. അപ്പോൾ ആർക്കും ഭാരമില്ലാത്ത രീതിയിൽ പോകും. അപ്പോൾ അതിനുവേണ്ടി ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 94 47 69 68 15. ഈ നമ്പറിൽ വിളിച്ചിട്ട് എനിക്കൊരു മുറി വേണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അത്രേ ഉള്ളൂ. 94 47 69 68 15. ഓക്കെ, അതാണ് നമ്പർ. ഇനി മിഷണറീസ് അപ്പാരിഷൻ, അതായത് ഇതൊരു പൈസ അസോസിയേഷനാണ്. ഇതിങ്ങനെ തുടങ്ങാൻ കാരണം മാതാവിൻ്റെ അപ്പാരിഷൻ സന്ദേശങ്ങൾ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്.
ഉടമ്പടി പോലും അമ്മ തന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ്. ഈ പ്രത്യക്ഷീകരണം ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യക്ഷീകരണമാണ് നടന്നത്. പക്ഷെ അത് ഈ മലയാള ലോകത്തിനല്ലേ അറിയത്തുള്ളൂ, ലോകം മുഴുവൻ അറിയണം. ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് ഈ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കേണ്ടത്. അതിനാണ് നമ്മൾ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലണത്. ആ പ്രത്യക്ഷീകരണത്തിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ സ്റ്റാഫായിട്ട് ചേരാവുന്നതാണ്. അതിനാണ് മരിയൻ അപ്പാരിഷൻ മിഷണറീസ് എന്ന് പറയണത്. ചിലപ്പോൾ 6 മാസമായിരിക്കും, ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, ചിലപ്പോൾ ജീവിതകാലം മുഴുവനായിരിക്കും. അത് അവരുടെ സൗകര്യമാണ്. അവർ ഇവിടെ വന്ന് 6 മാസം താമസിച്ചിട്ട് അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ 6 മാസമല്ല 6 ദിവസം മാതാവിനെ ശുശ്രൂഷിച്ചാലും അത് വലിയൊരു കാര്യമാണ്. 6 ദിവസമാണ് നമ്മൾ ആ നല്ല അരൂപിയോടുകൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ചൈതന്യം അമ്മ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ അസിസ്റ്റൻ്റ് അച്ഛന്മാരൊക്കെ വരുന്നുണ്ട്, അവർക്ക് ആദ്യകാലങ്ങളൊന്നും ഈ അഭിഷേക ചൈതന്യം കിട്ടത്തില്ല. കാര്യം അവർക്ക് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും അമ്മ അവരൊന്ന് തുടരണത്. അപ്പം തൊട്ട് അവർ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അപ്പം തൊട്ട് അവരെ തലയെ കയറ്റും. അത് അവിടെ സ്വന്തമായിട്ടത് അതിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറും. ഇതുപോലെ തന്നെ പ്രവർത്തകരും ചിലരെ പെട്ടെന്ന് തൊടും, ചിലരെ അമ്മ താമസിച്ചേ തൊടത്തുള്ളൂ. അത് നിങ്ങളുടെ ഫോർമാറ്റ്, നിങ്ങളുടെ ഈ വിഷയത്തെ സമീപിക്കുന്ന രീതി പോലെ ഇരിക്കും. പക്ഷേ ഓപ്പൺനെസ് ടു ദി വേർഡ് ഓഫ് ഗോഡ് ആണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനത്തോടുള്ള തുറവിയും അത് ചെയ്തു തീർക്കാനുള്ള ദാസ്യ സമർപ്പണവും അമ്മയുടെ മരിയൻ സ്പിരിച്വാലിറ്റി അതാണ്. അപ്പം അങ്ങനെ ഇവിടെ വന്ന് താമസിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അവരെ കാണേണ്ട നമ്പര് അനു ബോബി എന്ന് പറയുന്ന ഒരു പ്രേക്ഷിതയുണ്ട്. അവരാണ് ഇതിൻ്റെ ചാർജ് ഉള്ളത്. അവരെ കാണണം. അവരുടെ നമ്പര് 99 95 77 11 24. ഈ നമ്പർ വിളിച്ചാൽ മതി. ഞങ്ങൾക്ക് മരിയൻ മിഷണറിയുടെ അംഗമാകണമെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിപ്പിക്കും അവരെ. ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഒരു 2 ആഴ്ച 3 മാസമൊക്കെ നിന്ന് പ്രാർത്ഥിച്ച് വരുമ്പോൾ ചിലപ്പോൾ മാതാവ് തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ചിലപ്പോൾ ദൈവം അവരെ എടുക്കും. അപ്പം അങ്ങനെ ഉള്ള ഈ നമ്പർ വിളിക്കാം: 99 95 77 11 24.